പൂവിൽ നിന്ന് ഗോമതി പ്രിയയെ മാറ്റിയതിനെ തുടർന്ന് വളരെയധികം നെഗറ്റീവ് കമന്റ്സ് ആണ് ഇപ്പോൾ പരമ്പരയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോമതി പ്രിയയ്ക്ക് തമിഴിലും സീരിയൽ ഉള്ളതിനാൽ ഡേറ്റ് ക്ലാഷ് ആകുന്നുണ്ട് എന്ന കാരണമാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് പ്രിയയെ സീരിയലിൽ നിന്ന് മാറ്റുന്നതിനായി. ഇപ്പോൾ റബേക്കയെയാണ് പകരമായി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ സച്ചിനെയും രേവതിയെയും മനസ്സുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചതാണ് എന്നും അവരായി കാണുന്നത് ഞങ്ങൾ പ്രിയയെയും അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയ സച്ചിനെയുമാണ് എന്നും വ്യക്തമാക്കുന്ന പ്രേക്ഷകർ ഇപ്പോൾ നമ്മുടെ രേവതിയുടെ സ്ഥാനത്ത് റബേക്കയെ കാണാൻ സാധിക്കുകയില്ല എന്നും പരമ്പര കാണുന്നത് തന്നെ നിർത്തി എന്നുമാണ് പറയുന്നത്. എന്ത് ബോറു പരിപാടിയാണ് കാണിക്കുന്നത് എന്നും പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾക്ക് നിങ്ങൾ വിലയൊന്നും നൽകുന്നില്ലേ എന്നുമുള്ള കമന്റുകൾ കമന്റ് ബോക്സിൽ നിറയുകയാണ്. മാത്രവുമല്ല റബേക്കയെ പുറത്താക്കണം എന്നുമുള്ള ആവശ്യം ഉയരുന്നതിനിടയിലാണ് റബേക്ക അഭിനയിച്ചിട്ടുള്ള എപ്പിസോഡുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ റബേക്ക ഒരു റിയാക്ഷനും ചെയ്തിരുന്നു. ഇതോടെ നമ്മുടെ പ്രേക്ഷകരാകെ റബേക്കയ്ക്ക് എതിരായി നിൽക്കുകയാണ്. റബേക്കയ്ക്ക് അഹങ്കാരം കൂടുതലാണ് എന്നാണ് അവർ പറയുന്നത്. ആദ്യം അഭിനയിച്ച് കാണിക്കാനും 2-3 സീരിയലുകൾ അഭിനയിച്ചത് ഹിറ്റായതോടെയാണോ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്നുമുള്ള ചോദ്യം ശക്തമാവുകയാണ്. ഇതോടെ മറുപടി നൽകുന്നതിനായി റബേക്ക അഭിനയത്തിലൂടെ മുന്നിലേക്ക് വരും എന്ന് തന്നെയാണ് കരുതേണ്ടത്. ഇതേസമയം നമ്മുടെ ഗോമതി പ്രിയ ഇനി പരമ്പരയിലേക്ക് തിരിച്ചു വരികയില്ല എന്നുള്ള കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞു. മറ്റു തിരക്കുകളുമായി ഇനി ഗോമതി മുന്നേറുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇതേസമയം മറ്റൊരു സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. 14.8 എന്ന പോയിന്റുമായി ചെമ്പനീർ പൂവ് എന്ന പരമ്പര ഏഷ്യാനെറ്റിലെ 12 സീരിയലുകളിൽ 1-ാം സ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. പക്ഷേ റബേക്ക വന്നതിനെ തുടർന്ന് വരും എപ്പിസോഡുകളിലെ റേറ്റിംഗ് കുറയുമെന്നാണ് കരുതപ്പെടുന്നത്. റേറ്റിംഗിൽ പ്രേക്ഷകരുടെ നിലപാട് വളരെ മുഖ്യമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.